നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മോടൊപ്പം ദുരന്തം നേരിട്ട മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സഹായം ലഭിച്ചു. നമുക്ക് മാത്രം സഹായമില്ല. നാം നേരിട്ട ദുരന്തം ഒരു ദുരന്തമായി പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണോ? അതല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സഹായം മാത്രമില്ല, ആവശ്യമായ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത് എന്ന് നേരത്തെ പറയുകയുണ്ടായി. എന്നാൽ ഒരു റിപ്പോർട്ടുമില്ലാതെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകുന്നത് നാം കണ്ടു. ഇവിടെയാണ് വിവേചനം കാണാൻ പറ്റുക. ഒരു നാടിനോട് എത്രമാത്രം ക്രൂരമായ വിവേചനം കാണിക്കുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമായത്. അതിനു മാത്രം എന്ത് പാതകമാണ് നാം ചെയ്തത്? ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ രാജ്യത്തിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവരെ ഒരു സഹായവും നൽകി സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തതാണോ? നമ്മുടെ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒട്ടേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത നാടാണ്. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് സമ്മതിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെടുത്താൽ ആ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും നമ്പർ 1 എന്ന നിലയാണ് കേരളത്തിനുള്ളത് എന്ന് അവരുടെ കേന്ദ്രത്തിൻ്റെ വിവിധ വിലയിരുത്തൽ സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നീതി ആയോഗിൻ്റെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ. എന്നിട്ടും ക്രൂരമായ അവഗണന. എന്തുകൊണ്ട്? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കേരള വിരുദ്ധ സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നു. അത്തരമൊരു മനോഭാവം സാധാരണ ഗവൺമെൻറ്റിനുണ്ടാകേണ്ടതല്ല. ആ മനോഭാവം വരുന്നത് കേന്ദ്രത്തെ ഇന്ന് ഭരണ നേതൃത്വം വഹിക്കുന്ന BJPയുടെ മനോഭാവത്തിൽ നിന്നാണ്. BJPയുടെ ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന സംസ്ഥാനം BJPക്ക് അന്യമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. BJPയെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം. അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഈ രീതിയിൽ അവഗണിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ നാടിൻ്റെ ഭാഗമായ മറ്റൊട്ടേറെ സംവിധാനങ്ങൾ ആ കടമ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ? നിർവഹിക്കണ്ടേ? നമ്മളൊരു നാടല്ലേ? ഈ നാടിന് മുന്നോട്ട് പോകണ്ടേ? പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറണ്ടേ? അതിനാവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് അതിന് ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ആ ബാധ്യതയുണ്ട് എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായുള്ള വിവിധ സംവിധാനങ്ങൾ തയ്യാറാകണ്ടേ? തയ്യാറായോ? നാം അനുഭവമുള്ളവരാണല്ലോ. കേരളത്തിലെ നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് അണിനിരന്നിട്ടുള്ള
രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങളോട് സമീപനം സ്വീകരിച്ചത്? ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നത്തിൽ കേരളത്തിലെ UDF എംപിമാരെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൽ പ്രതിഷേധിക്കുന്നതിനും തയ്യാറായി എന്ന ഭാഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊരു ആരോഗ്യകരമായ മാറ്റം തന്നെയായിരുന്നു. പക്ഷേ UDF അതൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ച സമീപനം എന്താണ്? എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നില്ലേ? കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നല്ലേ നോക്കിയിരുന്നത്? ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നല്ലോ. അതിനൊന്നിനും ആവശ്യമായ തോതിൽ സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സഹായവും ലഭിക്കാത്ത ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്. ആ ഘട്ടത്തിലൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത കാഴ്ച നാം കണ്ടതാണല്ലോ. നമ്മുടെ നാട്ടിലെ പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിലേറിയ കൂറും സ്വീകരിക്കുന്ന നിലപാടെന്താണ് നാം കാണുന്നില്ലേ? ഇന്നത്തെ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിക്കാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ നാടിൻ്റെ താല്പര്യം പൂർണ്ണമായി ഹനിക്കുന്ന അവസ്ഥ വരുമ്പോഴും നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ അതിനെ തുറന്നു കാണിക്കാനോ സാധിക്കുന്നില്ല. കേന്ദ്രം ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയ നിലപാട് കാരണം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും വിരോധമുണ്ടായിട്ടുണ്ടാകാം. എന്തിനാണ് ആ വിരോധം ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് പകരുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്തരമൊരു വിരോധമുണ്ടാകേണ്ട കാര്യമുണ്ടോ? നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം മാധ്യമങ്ങളും ഈ ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത്. ഇത് ദുരന്തമുഖത്തുള്ള കഥ. മറ്റു കാര്യങ്ങളിലോ നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് അതിലും ഇതേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഈ വിഷമവൃത്തത്തിനകത്താണ് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നടപടികൾ LDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നടപടികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നത് തന്നെയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണം. എങ്ങനെ? അതാണ് അതീവ ഗൗരവമായി ചർച്ച ചെയ്തത്. ഇവിടെ നാടിൻ്റെ വിഭവശേഷി ചോർത്താനുള്ള വല്ലാത്ത ശ്രമമാണ്, അതിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സഹായമില്ലെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന സമീപനം നമുക്കെടുക്കാൻ പറ്റുമോ? നാടാകെ തകർന്നു പോകുമെന്ന് കണക്കാക്കിയ ഘട്ടം, ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ട ഘട്ടം, അതിനെ തുടർന്ന് അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുണ്ടായ ഘട്ടം, തുടർന്ന് കോവിഡ് മഹാമാരി നേരിടേണ്ടി വന്ന ഘട്ടം, ആ ഘട്ടങ്ങളിലൊക്കെ നാം തകരട്ടെ എന്ന മനോഭാവത്തോടെയായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സമീപിച്ചത്.